നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ദേവി മഹാത്മ്യത്തിലെ 7-ാം അധ്യായമാണ് ചണ്ഡമുണ്ഡവധം. ദേവിയെ ആദ്യം കാണുന്നത് ചണ്ഡമുണ്ഡ അസുരന്മാരാണ്. അവർ തന്നെയാണ് ഈ വാർത്ത ശുംഭനിശുംഭനിലേക്ക് എത്തിക്കുന്നതും. അവർ ശുംഭനോട് ഹിമാലയത്തെ പ്രകാശിപ്പിക്കുന്ന സുന്ദരിയായ ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ശുംഭനിശുംഭന്മാരുടെ സമ്പത്തിൻ്റെയും അധികാരങ്ങളുടെയും കണക്ക് പറഞ്ഞ് അവരെ ആഹ്ലാദിപ്പിക്കുന്നു. എല്ലാ ദേവന്മാരിൽ നിന്നും മോഷ്ടിച്ചു കൂട്ടിയതാണിതൊക്കെ. ശുംഭന്റെ മായയിൽ കളിച്ചുകൊണ്ട് സർവസമ്പന്നനും സർവശക്തനുമായവൻ തീർച്ചയായും സ്ത്രീകൾക്കിടയിലെ ഈ മഹാരത്നത്തെ കൈക്കലാക്കാൻ ഏറ്റവും അർഹരായവർ ശുംഭനിശുംഭന്മാരാണെന്ന് അവർ ഊന്നി ഊന്നി പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ശുംഭനിശുംഭന്മാർ ധൂമ്രലോചനെ ദേവിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതും ധൂമ്രലോചൻ ദേവിയുടെ കോപത്തിന് ഇരയാകുന്നതും. പിന്നീട് ശുംഭനിശുംഭന്മാർ പറഞ്ഞു വിടുന്നത് ചണ്ഡനെയും മുണ്ഡനെയുമാണ്. കാരണം ധൂമ്രലോചനൻ്റെ വധത്തോടുകൂടി ശുംഭനിശുംഭന്മാർക്ക് ആ സ്ത്രീ ഒരു അസാധാരണ സ്ത്രീയാണ്, അല്ലെങ്കിൽ ശുംഭനിശുംഭന്മാരുടെ ഭാഷയിൽ ഒരു നീച സ്ത്രീയാണ്. അതുകൊണ്ട് എത്രയും വേഗം ആ സ്ത്രീയെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മഹാസൈന്യത്തോടൊപ്പം ചണ്ഡനെയും മുണ്ഡനെയും അയക്കുന്നു. ചണ്ഡമുണ്ഡന്മാരുടെ സൈനികരുമായിട്ടുള്ള വരവോടുകൂടി അംബികാദേവി തൻ്റെ കോപം നിറഞ്ഞ മുഖത്ത് നിന്ന് ഭയങ്കരമായ കാളിയെ സൃഷ്ടിക്കുകയും ചണ്ഡൻ്റെയും മുണ്ഡൻ്റെയും തലകൾ വേർപെടുത്താൻ അംബികയല്ലാതെ മറ്റാരുമില്ല. മഹാകാളി ആ ദൗത്യം നിറവേറ്റും. ദേവി ഒരു ഹൂങ്കാര ശബ്ദം മുഴക്കി. ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ ഭയചകിതരായി വിറച്ചു. ഉണങ്ങിയ വിറകുകൾ ചാരമായി മാറി. ദേവിയുടെ തീക്ഷ്ണമായ നോട്ടത്താൽ സൈന്യം കത്തിച്ചാമ്പലായിപ്പോയി. ഈ പ്രാരംഭ പരാജയം ഇങ്ങനെ ഉണ്ടായപ്പോൾ ദൈത്യ സഹോദരന്മാർ, അതായത് ചണ്ഡമുണ്ഡ സഹോദരന്മാർ, അവരുടെ സ്വന്തം ശക്തനായ രുരുവിനെയും പുതിയ അക്ഷൗഹിണികളുമായി അയച്ചു. സേനകൾ ഈ സ്ഥലത്തിന് സമീപത്തേക്ക് നീങ്ങിയപ്പോൾ തന്നെ ദേവിയുടെ വാഹനം പർവ്വത ഗുഹയിൽ നിന്ന് ചാടിയിറങ്ങി. ആനകളും കുതിരകളും രഥങ്ങളും പടയാളികളുമായി എത്തിയ ചണ്ഡമുണ്ഡന്മാരുടെ സൈന്യത്തെ ക്രൂരമായി ആക്രമിച്ചു. രക്തം പുഴ പോലെ ഒഴുകി. പേടിച്ചേരേണ്ട ചില അസുരന്മാരാകട്ടെ മേധാവികളുടെ അഭയകേന്ദ്രത്തിലേക്ക് പലായനവും ചെയ്തു. അംബികാദേവിയുടെ അടുത്തേക്ക് തലയോട്ടി മാലകളുമായി കാളിദേവി മുന്നേറിക്കൊണ്ടിരുന്നു. ദേവിയുടെ അസ്ത്രങ്ങൾ മഴ പോലെ മൃത്യുവിന് കാരണമായി തീർന്നു. മഹാകാളി രാക്ഷസ സൈന്യങ്ങളെ മൊത്തം വിഴുങ്ങി. അവരുടെ മേൽ ശക്തമായി വീഴുകയും ശക്തരായ അസുരന്മാരെ നിഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ചിലരെ വിഴുങ്ങുന്നു, മറ്റുള്ളവരെ തകർക്കുന്നു. പല്ലുകൊണ്ട് ഏറ്റവും ഭയാനകമായി ചവച്ചുകൊണ്ടും ദേവി ശക്തരും ദുഷ്ടരുമായ അസുരന്മാരുടെ മുഴുവൻ സൈന്യത്തെയും അടിച്ചമർത്തി. പേടിച്ചോടിയ ചണ്ഡമുണ്ഡന്മാരെ കണ്ടെത്താൻ ഗരുഡദേവനോട് ദേവി ആവശ്യപ്പെടുകയും ഗരുഡദേവൻ ഭീമൻ തൻ്റെ ഭീമാകാരമായ ശരീരം കുറച്ചുകൂടി വലുതാക്കി പിടിക്കുകയും ഈ സഹോദരന്മാരെ കഴുത്തിൽ തൂക്കിയെടുത്ത് ദേവിയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്തു. അതായിരുന്നു ചണ്ഡമുണ്ഡന്മാരുടെ സമ്പൂർണ്ണ നാശത്തിനും കാരണമായത്. ദേവി അവരുടെ തലകൾ മുറിച്ച് തൻ്റെ കൈകളിൽ തൂക്കിയെടുത്തു. ചണ്ഡമുണ്ഡന്മാരുടെ തലകൾ വേർപെടുത്തിയത് ദേവി അംബികയല്ലാതെ മറ്റാരുമല്ല. അംബികാദേവിയുടെ സൃഷ്ടിയായ മഹാകാളി ചണ്ഡൻ്റെയും മുണ്ഡൻ്റെയും തലകൾ കൊണ്ടുവന്നതിനാൽ മഹാകാളി ചാമുണ്ടിയായി അറിയപ്പെട്ടു.